കഴിഞ്ഞ 28-ന് യാതൊരു പ്രകോപനവുമില്ലാതെ അമേരിക്കയും ഇസ്രയേലും ഇറാനിൽ നടത്തിയ കടന്നുകയറ്റത്തിന് ഇറാൻ നടത്തിയ പ്രത്യാക്രമണം ഒരു മാസം പിന്നിടുമ്പോൾ പശ്ചിമേഷ്യയിൽ മാത്രമല്ല ലോകം മുഴുവനും ഭീതിയുടെ മുൾമുനയിൽ നിൽക്കെ ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തുന്ന സൈനിക നീക്കം 2 ആഴ്ചയ്ക്കുള്ളിൽ അവസാനിപ്പിക്കുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കുകയെന്നത് അമേരിക്കയുടെ ലക്ഷ്യമല്ലെന്നും ഇറാന്റെ പക്കൽ ആണവായുധങ്ങളില്ലെന്ന് ഉറപ്പുവരുത്തുക എന്നതായിരുന്നു സൈനിക നടപടിയുടെ പ്രധാന ലക്ഷ്യമെന്നും ട്രംപ് വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇറാനുമായി ഔദ്യോഗിക കരാറോ ഉടമ്പടിയോ ഇല്ലാതെ തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ യുഎസിന് കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാനുമായി ഒരു ഒത്തുതീർപ്പ് കരാറിൽ ഏർപ്പെടണമെന്ന് നിർബന്ധമില്ലെന്ന് ട്രംപ് പറഞ്ഞു. ഏകപക്ഷീയമായി തന്നെ യുഎസ് പിന്മാറ്റത്തിന് തയ്യാറാണെന്ന സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. വരും ആഴ്ചകളിൽ തന്നെ സംഘർഷത്തിന് വിരാമമിടാൻ കഴിയുമെന്നാണ് വൈറ്റ് ഹൌസിന്റെ പ്രതീക്ഷ. യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് നിലവിൽ വാഷിംഗ്ടണുമായി യാതൊരുവിധ ഔദ്യോഗിക ചർച്ചകളും നടക്കുന്നില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ അമേരിക്ക ഇറാൻ നേതാക്കൾക്കെതിരെയുള്ള വധശ്രമം തുടർന്നാൽ ഗൂഗിൾ ഉൾപ്പെടെയുള്ള അമേരിക്കൻ കമ്പനികൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതാണോ ട്രംപിന്റെ മനമാറ്റത്തിന് പിന്നിലെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പ്രമുഖ യുഎസ് സാങ്കേതിക വ്യവസായ കമ്പനികളെ ലക്ഷ്യമിടുന്നുവെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയായിരുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ നീക്കം തുടങ്ങിയതായി ട്രംപ് പ്രഖ്യാപിച്ചത്. ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ എന്നിവയുൾപ്പെടെ 18 മുൻനിര കമ്പനികളുടെ പട്ടികയാണ് ഇറാൻ പുറത്തുവിട്ടത്. നിലവിൽ യുദ്ധം പാപ്പരാക്കിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ സാമ്പത്തിക രംഗത്തെ തകർക്കാൻ ഈ ആക്രമണം കൂടുതൽ ഇടയാക്കും. ഏപ്രിൽ 1 ബുധനാഴ്ച ടെഹ്റാൻ സമയം രാത്രി 8 മണി മുതൽ ഇറാനിൽ നടക്കുന്ന ഓരോ ഭീകരാക്രമണത്തിനും പകരമായി ഈ കമ്പനികൾ അവരുടെ യൂണിറ്റുകളുടെ നാശം പ്രതീക്ഷിക്കണം. ജീവൻ രക്ഷിക്കാൻ ഈ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ഉടൻ തന്നെ അവരുടെ ജോലി സ്ഥലങ്ങൾ വിട്ടുപോകണമെന്നാണ് IRGC പ്രസ്താവനയിൽ പറഞ്ഞത്. എന്നാൽ ഇറാനിയൻ സൈന്യം ആക്രമണം നടത്തുന്ന പ്രത്യേക രാജ്യങ്ങളുടെ പേര് റവല്യൂഷണറി ഗാർഡ്സ് നൽകിയിട്ടില്ല.